ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ശരീരം ഒരു വീണയാണെന്ന അർത്ഥത്തിൽ തലക്കെട്ടോടുകൂടി ഒരു കുറിപ്പ് വായിച്ചു ഈ ദിവസങ്ങളിൽ. ഒന്നോർത്താൽ അതാണ് ഇതിൻ്റെ ശരി. ഒത്തിരി മുറുക്കിയാൽ വല്ലാതെ മുറുകി തന്ത്രികൾ പൊട്ടിപ്പോകും. അയച്ചാൽ നിങ്ങളിൽ നിന്ന് പിന്നെ സംഗീതം കേൾക്കാനും ഉണ്ടാവില്ല. എല്ലാത്തിനകത്തും ഒരു മിതത്വമാണ് പ്രധാനം. വിർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്നൊക്കെ സെന്റ് അഗസ്റ്റിൻ നിർവചിക്കുന്നത് നന്മയെ നിർവചിക്കുന്നത് അതുകൊണ്ടാണ്. നന്മ എപ്പോഴും ഈ മധ്യതലങ്ങളിൽ എവിടെയാണ്. ഒത്തിരി ദൂരെ ആവരുത്, ഒത്തിരി ചേർത്ത് പിടിക്കുകയും ചെയ്യരുത്. ദമോ എന്നൊക്കെ ഭാരതത്തിനെ വിശേഷിപ്പിക്കും. ഭാരതീയ പാരമ്പര്യങ്ങളിൽ അങ്ങനെ ഒരു മിത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ആകാശത്തുനിന്ന് ശബ്ദം മുഴങ്ങിയ ഇടിമുഴക്കത്തോടൊപ്പം ദ എന്ന. അതിന് മൂന്നർത്ഥമുണ്ട്. അതിലൊരർത്ഥം എന്ന് പറയുന്നത് ദമോ എന്ന. എന്തിനോടും സൂക്ഷിക്കേണ്ട ഒരു മിതത്വം, അകലം. നിർഭാഗ്യവശാല് അതിന് പറ്റുന്നില്ല നമ്മുടെ കാലത്തിൽ പലർക്കും. ശരീരം ആ പഴയൊരു ക്ലീഷേ പദം തന്നെയാണ്. കടിഞ്ഞാനില്ലാത്തൊരു കുതിര കണക്ക് അനുഭവപ്പെടുന്നു. ഈ കടിഞ്ഞാനില്ലാത്ത കുതിരയുമായിട്ട് ഓരോരുത്തരും എങ്ങോട്ടാണ് പോകുന്നത്? ശരീരം ഒരു കടത്തു തോണിയാണെന്നൊക്കെ നമ്മൾ മറന്നു പോകുന്നു. എന്തിനെയോ കുറുകെ കടക്കാനായിട്ട് നമ്മളെ സഹായിക്കേണ്ട, എന്തിനോ ഇടം കൊടുക്കേണ്ട ഒരു കടത്തു തോണി. എന്നിട്ടോ അതങ്ങനെയല്ല പലർക്കും വെളിപ്പെട്ട് കിട്ടുക. ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവശാസ്ത്രം രൂപപ്പെടേണ്ടതുണ്ട്. ഉടലിന് വേണ്ടി ഒരു പ്രകാശമുള്ള ഒരു അവബോധം രൂപപ്പെടേണ്ടതുണ്ട്. ഓർക്കുന്നുണ്ട്, 2 പേര് അവരുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തോ കാരണം കൊണ്ട് ഇങ്ങനെ കല്യാണം നീണ്ടുകൊണ്ട് പോവുകയാണ്. അതിനിടയിൽ ചില ശരീരത്തിന്റെ പ്രിയങ്ങളും ആഭിമുഖ്യങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടാവുന്നു. എന്നാൽ അവൾക്ക് അതിനകത്ത് ഏറെ ആശങ്കകളുണ്ട്. കാരണം കുറച്ചധികം കാലമായിട്ട് ആ നസ്രത്തിലെ മരപ്പണിക്കാരനാണ് അവളുടെ ഏകകം. അതിനകത്താണ് അവളെല്ലാം ഉരച്ചു നോക്കുക. അവൾക്കതുകൊണ്ട് ഒന്നുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ബാധ്യത ഉണ്ടായി. തങ്ങൾ ഇത്തരം ശാരീരിക ആഭിമുഖ്യങ്ങൾ നീതീകരിക്കപ്പെടുന്നുണ്ടോ? അപ്പോൾ അവൾക്ക് മനസ്സിലായ ഒരു ചെറിയ കാര്യം ഇത്, അല്ലെങ്കിൽ അവൾക്ക് മറ്റൊരു വ്യക്തി പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ കാര്യം ഇതാണ്. മടങ്ങിപ്പോകുന്നതിന്റെ തലേരാവിലാണ് യേശു തന്റെ ശരീരം കൈമാറിയത്. ബോഡി വാസ് ഹിസ് പാർട്ടിംഗ് ഗിഫ്റ്റ്. കൃത്യമായിട്ട് പറഞ്ഞെന്നാൽ ഒരു 18 മണിക്കൂർ മുമ്പ് 3 മണി ഉച്ചയ്ക്ക് മരിച്ച ഒരാള് തലേന്ന് സന്ധ്യയിൽ ഇങ്ങനെ തന്റെ അന്ത്യത്താഴ വേളയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, ഇത് നിങ്ങൾ എടുത്തുകൊള്ളുക. അപ്പോൾ അവസാനം വരെ കരുതി വെക്കേണ്ട ഒരു സമ്മാനം, ഏതൊരു ബന്ധത്തിന്റെയും ഒടുവിലേക്ക് കരുതി വെക്കേണ്ട ഒരു സമ്മാനത്തിന്റെ പേരാണ് ശരീരം. അപ്പോൾ ആ 2 ചെറുപ്പക്കാർക്ക് മനസ്സിലായി, പ്രണയത്തിൽ തങ്ങൾ ഇനിയും പാകപ്പെട്ടിട്ടില്ല. ശരീരത്തിലേക്ക് എത്തുവാൻ മാത്രം പാകപ്പെട്ടതല്ല തങ്ങളുടെ പ്രണയം. ആ ഒരു വിചാരത്തിൽ അവരിങ്ങനെ വാവിട്ട് കരയുകയും വീണ്ടും നിർമ്മലരാവുകയും ചെയ്യുന്നു. ശരീരവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവശാസ്ത്രത്തിന്റെ അഭാവം, അപാകത സമസ്ത മേഖലകളിൽ നമ്മൾ ദർശിക്കുന്നുണ്ട്. സമയമാകുന്നതിനേക്കാൾ മുമ്പേ എന്റെ പ്രേമത്തെ ഉണർത്തരുന്നൊക്കെ ഉത്തമഗീതത്തിനകത്ത് നമ്മളൊരു വരി വായിച്ചു കേൾക്കുന്നുണ്ട്. നിർഭാഗ്യവശാല് നമ്മുടെ ചെറിയ മക്കൾ ഉൾപ്പെടെ അത്തരം കൗതുകങ്ങളിലേക്ക് വല്ലാതെ ഉണരുന്ന, ഭയപ്പെടുത്തുന്ന വിധത്തിൽ വഴുതിപ്പോകുന്ന കാഴ്ചയാണ് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുക. എവിടെയാണ് പാളുന്നത്? എന്താണ് ഈ ശരീരത്തിന്റെ ദൈവശാസ്ത്രം? ഇതാണ് ശരീരവും തിരിച്ചറിയുകയാണ് ആദ്യ പാഠം. എന്തൊരു വിസ്മയമാണ് ശരീരം. നമുക്കൊരു കുഞ്ഞൊരു അപാകത പറ്റിയിട്ടുണ്ട്. വേദപുസ്തകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് അർത്ഥമുള്ള പദമല്ല മനുഷ്യ ശരീരത്തിൽ രൂപപ്പെട്ടപ്പോൾ ഉപയോഗിച്ചു. നമ്മളെപ്പോഴും പറയുന്ന മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അതൊന്ന് തിരുത്തി വായിച്ചാൽ നല്ലതാണ്. ദൈവം ഭൂമിയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു. വാസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് എർത്ത്. മണ്ണെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡാ. ഇത് ഈ കൈക്കൊമ്പിളിൽ പോലും ഒതുങ്ങേണ്ട ബാധ്യത അതിനില്ല. എന്നാൽ ഭൂമിയെന്ന് പറയുന്നത് ബ്രഹ്മത്തോളം ബൃഹത്വം. ഒന്നോർത്താൽ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു നടുത്തുണ്ടാണ് ഈ ശരീരം. ഭൂമിയുമായി ബന്ധപ്പെട്ട സമസ്ത കാര്യങ്ങൾ ഈ ശരീരത്തിലുണ്ട്. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളുമുണ്ട്, ഋതുക്കളുണ്ട്. എന്തുമാത്രം ഋതുഭരങ്ങളുടെ ഈ ശരീരം കടന്നു പോകുന്നത്. ചിലപ്പോൾ ഈ ശരീരം വസന്ത കണക്ക് വല്ലാതെ പൂത്തു നിൽക്കുന്നു. ചിലപ്പോൾ ധ്രുവപ്രദേശങ്ങളെന്ന കണക്ക് ഈ ശരീരം വല്ലാതെ തണുത്തുറഞ്ഞു പോകുന്നു. ചിലപ്പോൾ ഇതിനു മേതെ ആസക്തിയുടെ കണ്ണിലുണ്ടാകുന്നു. എന്തൊരു വിസ്മയത്തിന്റെ പേരാ ശരീരം. എർത്ത് മിസ്റ്ററിയാ.
വലിയ നിഗൂഢതയാണ്. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ചെറിയ കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇത്തിരി പോകുന്നൊരു കുഞ്ഞിന്റെ അമ്മ തുറന്നു നോക്കുമ്പോൾ അതിനകത്തിങ്ങനെ സൗരയൂഥങ്ങൾ കണ്ടുവന്ന്. ഇതൊക്കെ ഭംഗിയുള്ള ധ്യാനത്തിന്റെ പ്രസാദമുള്ള പരാഗമുള്ള വിചാരങ്ങളാണ്. ഓരോരുത്തരുടെയും ഉള്ളിലൂടെ ഇങ്ങനെ എന്തുമാത്രം സൗരയൂഥങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നനവ് ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഭാവങ്ങളിലൊന്ന് ഈർപ്പമാണ്. മനുഷ്യൻ പുലർത്തുന്ന ഈർപ്പമോ. എൻ്റെ ഒരു സ്നേഹിതൻ പറയുന്ന കണക്ക് ഓരോരോ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ എവിടെയുണ്ട് ശരീരത്തിൽ ഇത്രയും ജലരാശികൾ ഞാൻ സൂക്ഷിച്ചെന്ന് എനിക്കൊരു പിടുത്തമില്ല, അത്രയും ഞാൻ വാവിട്ട് കരയുന്നു. അപ്പോൾ വലിയ വിസ്മയത്തോടുകൂടി കാണേണ്ട ഒന്നാ ശരീരം. ഇതാണ് ശരീരം. അപ്പം ഇത്രയേ ഉള്ളൂ ശരീരം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാം പാഠം. ഇത്രയേ ഉള്ളൂ ശരീരം. എന്തുമാത്രം ഒരു ചെറിയ ദുഃഖം കൊണ്ട് നിങ്ങളിങ്ങനെ കൂന് പിടിക്കുന്നു. ഏറ്റവും ചെറിയ ഒരു രോഗത്തിൽ പോലും, ഒരു പനിയിൽ പോലും നിങ്ങൾക്ക് ഭക്ഷണത്തോട് മടുപ്പ് വന്നു. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്കകത്ത് പോലും ഈ ശരീരമാണ് നുറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അനുഭവിക്കുന്ന ശരീരം. നമ്മൾ യേശുവിനെ കുറിച്ച് വായിച്ച് കേൾക്കുന്നില്ലേ, അവൻ ശരീരത്തിൽ സഹിച്ചു. പലപ്പോഴും നമ്മളൊരു ദ്വന്ദ്വം രൂപപ്പെടുത്താറുണ്ട്, ശരീരം മനസ്സ്. അങ്ങനെ ശരീരം മനസ്സെന്ന് പറഞ്ഞ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി രൂപപ്പെടുത്തുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. രണ്ടും ഭയങ്കരമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. എവിടെ നിന്നാണ് ഈ മനസ്സ് ശരീരം നിന്ന് വേർപിരിയുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിൽ അനുഭവിച്ചെന്ന് കരുതുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ ശരീരത്തിലെ സഹനമാണ്. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് പറയുന്ന മനസ്സിലാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ എങ്ങനെയാണ് ഞങ്ങൾക്കത് വെളിപ്പെട്ട് കിട്ടുക? നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന്. ബോഡി നെവർ ബിട്രേസ്. ഈ ശരീരം ഒരിക്കലും നുണ പറയാറില്ല. ഒരു കുഞ്ഞുദാഹരണത്തിനായിട്ട് നമ്മുടെ അധരം നുണ പറഞ്ഞാൽ പോലും ശരീരം നുണ പറയാത്തത് കൊണ്ടാണല്ലോ നമുക്കിങ്ങനെ നുണപരിശോധനയ്ക്കൊക്കെ വേണ്ടി ഒത്തിരി ശാസ്ത്രീയമായ മാർഗങ്ങൾ ഈ ദേശത്ത് കുറ്റാന്വേഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം അഫക്ട് ചെയ്യുന്ന ശരീരത്തെ. ക്ഷോഭം മനസ്സിലാണ് നിങ്ങൾ കരുതുന്നു. പക്ഷെ സംഭവിക്കുന്ന എന്താണ്? ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. വല്ലാതെ നിങ്ങൾ വലിഞ്ഞു മുറുകുന്നു, വല്ലാതെ നിങ്ങളുടെ മുഖം ചുമക്കുന്നു, ശബ്ദമിടറുന്നു. അപ്പൊ എന്തിനകത്തും മനുഷ്യൻ സഹിക്കുന്നത് ശരീരത്തിലാണ്. അത്രയും സഹിക്കുന്ന ഒന്നാ ശരീരം. ഇതിന്റെ ഒരു പുഷ്കലകാലം എന്നൊക്കെ പറയുന്ന വളരെ ചെറിയൊരു കാലഘട്ടം. അടുത്ത കാലത്ത് കണ്ടു ചിത്രത്തില് ഒരു മുതിർന്ന ഒരാൾ ചെറുപ്പക്കാരനെ ഒരു ഉപദേശിക്കുന്ന കണക്ക് 30 വയസ്സ് വരെയൊക്കെ ഉള്ളൂ ശരിയായ ജീവിതം. അതിനുശേഷമുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഏതൊക്കെയോ മരുന്നുകളുടെ ആനുകൂല്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ് മാത്രം. വളരെ ചെറിയ കാലത്തിലാണ് ഈ ശരീരത്തിന്റെ പുഷ്കലകാലം. എന്നിട്ടും ആ ചെറിയ കാലത്തിനകത്ത് എന്തുമാത്രം ഭ്രമങ്ങളിലേക്കാണ് ശരീരം വഴുതി പോവുക. ഒന്ന് കൂടി നോക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ, ഒരിത്തിരി ഒന്ന് കണ്ണുപൂട്ടി നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ ശരീരം നിങ്ങളെ ബുദ്ധനാക്കും. എങ്ങനെയാണ് സിദ്ധാർത്ഥ ബുദ്ധനായത്? കഥകളൊക്കെ നമുക്കറിയാം. ലോകത്തിന്റെ യാതൊരുവിധ അലച്ചിലുകളും കാട്ടാതെ, യാതൊരുവിധ അല്ലലുകളും കാട്ടാതെ ഒരാളെ വളർത്തിയെടുക്കുക. കാരണം അങ്ങനെ ഒരു അരുള് കിട്ടിയിട്ടുണ്ട്. ലോകത്തിന്റെ ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവൻ കൊട്ടാരം വിട്ടുപോകും. എന്നിട്ടോ ആദ്യവും അവസാനവുമായിട്ട് ഒരു ദിവസം പുറത്തു പോകാൻ രൂപം കിട്ടുകയാണ്. എതിരെ വരുന്ന എന്തൊക്കെയാണ്? ഊന്നിപ്പിടിച്ച് കിടക്കുന്ന, ഇങ്ങനെ വല്ലാതെ കടന്നു പൊളയുന്ന ഒരു മനുഷ്യൻ. രോഗാതുരമായ ശരീരമാണ്. കുമാരൻ ചോദിക്കുകയാണ്, എനിക്കും രോഗം വരുമോ? കുമാരൻ, നിനക്കും രോഗം വരും. പിന്നെയും മുമ്പോട്ട് പോകുമ്പോഴേക്കും നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ ഒരാള് ഇങ്ങനെ തീർത്ഥഘട്ടങ്ങളിൽ ഇട്ടിരിക്കുക. അവസാനത്തെ കാലങ്ങൾക്ക് വേണ്ടി വൃദ്ധരെ കൊണ്ടുപോയി ഒരു പുണ്യത്തിന്റെ പേരൊക്കെ പറഞ്ഞ് പടവുകൾ ഉപേക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്താണത്? വാർദ്ധക്യം. ചന്ത എന്നാണ് ആ തേരാളുടെ പേര്. ചന്ത, എനിക്കും വാർദ്ധക്യം വരുമോ? കുഞ്ഞ്, നിനക്കും വയസ്സാവും. നമ്മളെന്താ അതൊക്കെ മറന്നു പോകുന്നത്? അടുത്തിടെ ഒരു സെഷന് പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്വന്തം ചെരുപ്പ് ധരിക്കാനായിട്ട് കുറെ അധികം സമയമെടുത്ത കുറച്ച് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു പഴയ ഡോക്ടറെ കണ്ടു. അപ്പൊ അതിനിടയിൽ ചെരുപ്പ് ഇടുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ചെരുപ്പ് സ്വന്തം കാലിലേക്ക് എടുത്ത് ഇടാനായിട്ട് എന്തുമാത്രം ആരോഗ്യം വേണമെന്ന് ഈ കുഞ്ഞുമക്കൾക്ക് നേരത്തെ പറഞ്ഞു കൊടുത്താൽ നല്ലതാണ്. വാർദ്ധക്യമുണ്ട്. പിന്നെ എതിരെ കുറെ പേര് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് വരുന്നു, വലിയവായി നിലവിളിച്ചുകൊണ്ട് വരുന്നു. അവർ എന്തോ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. അതൊരു വസൂരിക്കാലമായിരുന്നു, ഒരു ജ്വരക്കാലമായിരുന്നു. മരണോ? അപ്പൊ എതിരെ വരുന്ന വാർദ്ധക്യം, എതിരെ വരുന്ന മരണം, എതിരെ വരുന്ന രോഗത്തെയൊക്കെ അഭിമുഖീകരിക്കാതെ ഓരോരുത്തരും എങ്ങോട്ടാ പോവുക? അതിനെ അഭിമുഖീകരിക്കുന്ന നിമിഷം തൊട്ട് നിങ്ങൾക്ക് സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധനിലേക്ക് സഞ്ചരിച്ചേ പറ്റൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ശരീരം തിരിച്ചറിയുക. മൂന്നാമത്തത്
എന്തിനു വേണ്ടി ഈ ശരീരം എന്നുള്ള, എവിടേക്കാണ് ശരീരത്തിന്റെ ഒരു സ്വപ്നം? എപ്പോഴും ഒരു ആസ്പിറേഷൻ ഉണ്ടാവേണ്ടതുണ്ട്, എന്തിനകത്തൊരു സ്വപ്നം പുലർത്തേണ്ടതുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളിൽ വലിയൊരു സങ്കടമുള്ളൊരു കാര്യം, ഈ ദേശത്ത് ഏറ്റവും നന്നായിട്ട് ജീവിച്ച, അങ്ങനെ തന്നെ പറയണം, പ്രകാശിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ തന്റെ സർഗവേദിയിൽ വെച്ച് ഇങ്ങനെ വീണ് മരിച്ചെന്നുള്ള. 84 വയസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ മനുഷ്യൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഉണ്ടായിരിക്കും, സ്വപ്നം കാണുക. എന്തിനെക്കുറിച്ച് സ്വപ്നം കാണുക? അങ്ങനെയെങ്കിൽ പലതിലും പെട്ടുപോകുന്ന, പലതിലും ഭ്രമിച്ചു പോകുന്ന, പലതിലും ഇടറിപ്പോകുന്ന, ഇത്രയേ ഉള്ളെന്ന് ശരീരം മനസ്സിലാക്കിയ ഒരാള്. വിശേഷിച്ചും വല്ലാതെയൊക്കെ നമ്മുടെ കാലത്ത് നമ്മളിങ്ങനെ എക്സാജറേറ്റ് ചെയ്യുന്ന ഒന്നാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത്. ഏതൊരു സ്ത്രീ പുരുഷ ബന്ധത്തിനും ഇത്രയും എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്നൊക്കെ അതിനകത്തൂടെ കടന്നുപോയ മനുഷ്യർ പറയട്ടെ. അടുത്ത കാലത്ത് കണ്ടൊരു ചിത്രം, ബ്ലൂ എന്ന് പറയുന്ന ചിത്രമാണ്, ഫ്രഞ്ച് ഒരു പശ്ചാത്തലമുള്ള ചിത്രമാണ്. അതിനകത്ത് വളരെയേറെ കാംക്ഷിച്ച ഒരു സഹസേനത്തിന് ശേഷം അതിനകത്തെ വ്യക്തി, അതിന് പങ്കുചേർന്ന വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്: നൗ യു ആർ നോട്ട് ഗോയിങ് ടു മിസ് മീ, വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും, സെയിം സ്വെറ്റ്, സെയിം കാവിറ്റീസ്, ഒരേ കണക്കുള്ള ശരീരം, ഒരേ വിയർപ്പ്, ഇത്രയേ ഉള്ളൂ ശരീരം എന്ന് തിരിച്ചറിയാന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ശരീരത്തിന് വേണ്ടി കാണേണ്ട സ്വപ്നം എന്താണ്? കുറച്ചുകൂടി ഇല്യൂമെന്റ് ആയ ഒരു ബോഡി കോൺഷ്യസ് സാധ്യമാണ്, പ്രകാശമുള്ളൊരു ശരീരബോധം. വേദപുസ്തകമൊക്കെ അവസാനിപ്പിക്കുമ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, ഞാനൊരു സ്ത്രീയെ കണ്ടു. വലിയൊരു സ്വപ്നമാണ്. പാത്മോസ് ദ്വീപിലിരുന്നു കൊണ്ട് യോഹന്നാൻ കാണുന്നൊരു സ്വപ്നമാണ്. ഞാനൊരു സ്ത്രീയെ കണ്ടു, അവളിങ്ങനെ സൂര്യനെ ഉടയാടയാക്കി ധരിച്ചിരിക്കുന്നു. അത്രയും ലുമിനസ്. ചന്ദ്രൻ അവളുടെ പാദപീഠം, നക്ഷത്രങ്ങൾ അവളുടെ മുടിയഴക. അപ്പോൾ അത്തരം ഭംഗിയുള്ള പ്രകാശമുള്ള ശരീരബോധത്തിലേക്ക് വരുന്നൊരു കാലത്തെ കൂടി സ്വപ്നം കാണാനായിട്ട് അവനിൽ വിശ്വസിക്കുന്ന സാധകർക്ക് ബാധ്യതയില്ലേ? യേശുവൊക്കെ ആ പ്രകാശമുള്ള ശരീരബോധത്തിന്റെ വലിയ സാക്ഷ്യമായിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് സംഭവിച്ച മാറ്റത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവന്റെ ശരീരം പ്രകാശിക്കാൻ തുടങ്ങി, ലുമിനസ്. മുഖമിങ്ങനെ സൂര്യനെ കണക്ക് ജ്വലിച്ചു. വസ്ത്രം ഭൂമിയിലുള്ള ഒരു അലക്കുകാരനും വെളുപ്പിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ, ഒരു വെളുത്തുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ശോഭയോടുകൂടി നിന്നു. അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട്. ഈ ശരീരത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള സാധ്യതകളല്ലേ നമ്മൾ സ്വപ്നം കാണേണ്ടത്? അതോ ചെറിയ ചെറിയ കൗതുകങ്ങളെ പെട്ട് അതിന്റെ അഴക്, അതിന്റെ ഭംഗി, അതിന്റെ വെളിച്ചം കെടുത്തിയാൽ മതിയോ? അപ്പോൾ ആരോഗ്യകരമായ പ്രകാശമുള്ള വീക്ഷണങ്ങളാണ് പ്രധാനം. യേശു എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിന്റെ കണ്ണാണ് നിന്റെ വിളക്ക്. എന്തൊരു മെഡിറ്റേഷൻ ആവശ്യമുള്ള വരികയാണത്. നിന്റെ കണ്ണാണ് നിന്റെ വിളക്ക്. അതിന്റെ അർത്ഥം നീ കാണുന്ന നിന്റെ ലോകം. ഓരോന്നിനെ കുറിച്ച് നമ്മളൊരു പെർസെപ്ഷൻ രൂപപ്പെടുത്തിയെടുക്കണം. ആ പെർസെപ്ഷൻ ഭംഗിയുള്ളതാണെങ്കിൽ ശരീരം ഭംഗിയുള്ളതായിട്ട് മാറും. അശ്ലീല സൈറ്റുകൾ നിരോധിക്കുന്നതിനെ കുറിച്ചൊക്കെ വലിയ തർക്കവും വലിയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വൈ ഷുഡ്? എന്തിനു വേണ്ടിയാണ്? ലോകത്ത് എവിടെങ്കിലുമൊക്കെ അത്തരം ചില കാര്യങ്ങൾ ഒരാൾ ഏർപ്പെടുമ്പോൾ അയാൾ വാസ്തവത്തിൽ അപമാനിക്കുന്ന അയാളുടെ തന്നെ പങ്കാളിയെ. നമ്മൾ വിചാരിക്കുന്ന ഒരു പുരുഷൻ ഒരു ഭംഗിയില്ലാത്തൊരു സൈറ്റിലൂടെ, പോർണോ സൈറ്റിലൂടെ കടന്നു പോകുമ്പോൾ അയാളുടെ ചെറിയ കൗതുകങ്ങൾ മാത്രം അയാൾ പെട്ടു. അല്ല, അയാൾ വാസ്തവത്തിൽ അപമാനിക്കുന്നത് അയാളുടെ കൂട്ടുകാരിയെ. കാരണം അയാളുടെ സങ്കല്പങ്ങളിലെങ്കിലും അയാളുടെ ശരീരവുമായി ബന്ധപ്പെട്ട പ്രിയങ്ങൾ അയാൾ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് തനിക്ക് കൂട്ടുവന്ന, തനിക്ക് തുണയാവുന്ന, തന്നോടൊപ്പം സഞ്ചരിക്കുന്ന, ഒടുവിൽ തന്നോടൊത്ത് തപിക്കുകയോ തനിക്ക് ശേഷം നിലനിൽക്കുകയും ചെയ്യുന്ന ആ സ്ത്രീയെ ഓർമ്മിച്ചിട്ടല്ല. എന്തൊരു അപമാനം ഒരാൾ ഉണ്ടാക്കുക. ഒരു തിരികെ ഒരു ചോദ്യത്തിനാണെങ്കിൽ ഇത്തരം ഒരു കൈപ്പിഴ അവളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നെങ്കിൽ ഒരു പുരുഷ നിലയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തായിരിക്കും കരുതുക? പ്രണയത്തിലും സ്നേഹത്തിലുമൊക്കെ ഇത്തിരി ശാഠ്യങ്ങളൊക്കെ പുലർത്തുന്ന നല്ലതല്ലേ? സ്വപ്നത്തിൽ പോലും സങ്കല്പത്തിൽ പോലും ഞാൻ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന, അനാവൃതമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിന്റെ ശരീരമാണെന്നൊക്കെ ഉള്ള ഭംഗിയുള്ള ശാഠ്യം, അത് ലോകത്തെയും സ്നേഹത്തെയും പ്രണയത്തെയും രതിയുമൊക്കെ കുറെ കൂടി ഭംഗിയുള്ളതാക്കി മാറ്റില്ലേ? കുറെ കൂടി കുലീനമാക്കി മാറ്റില്ലേ? അപ്പോൾ പ്രകാശമുള്ള ഒരു ശരീരബോധത്തെക്കുറിച്ച് പറയുക. നിർഭാഗ്യവശാല് നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ധ്യാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ ഭാഗ്യവതികളാണ്. അവർ മുതിരുമ്പോൾ, അവർ തിരളുമ്പോൾ അവരുടെ അമ്മമാർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പോലും നിർഭാഗ്യവശാല് ഈ ദേശത്ത് വളരുന്ന ഒരു ആൺകുട്ടിക്കോ പുരുഷനോ കിട്ടുന്നില്ല. ഏറ്റവും ഭംഗിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, ഏറ്റവും കുലീനമായ ഒരു കാര്യത്തെക്കുറിച്ച്, ഏറ്റവും മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവുകളൊക്കെ ഇങ്ങനെ മോശപ്പെട്ട മനുഷ്യരിൽ നിന്നാണ്. നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുത്തിവരച്ച ചില കാര്യങ്ങൾ, വായിച്ച ഒരു മോശപ്പെട്ട പുസ്തകം, വലിയ വീരവാദം പറയുന്ന മുതിർന്ന കൂട്ടുകാര്, അങ്ങനെ ഈ ശരീരമെന്ന് പറയുന്ന ആ ഭംഗിയുള്ള ഒരിടത്തിലേക്ക് നമ്മൾ തുഴഞ്ഞു പോയത്
ഇങ്ങനെ തീരെ പ്രകാശമില്ലാത്ത ചില മനുഷ്യരുടെ സ്വാധീനത്തിൽ ആഭിമുഖ്യത്തിലുമാണ്. ഏതൊരു അജ്ഞാത മേഖലയുമായി ബന്ധപ്പെട്ട് പുലർത്താവുന്ന ഒരു വികാരം എന്ന് പറഞ്ഞ ജിജ്ഞാസയാണ്. അങ്ങനെയെങ്കിൽ 10-13 വയസ്സ് തൊട്ട്, അതായത് ശരീരം കുറെ കൂടി ഉണർന്നു എന്ന് നമ്മൾ കരുതുന്ന ചില കാലത്തിനകത്ത്, കുറെ കൂടി പക്വത പ്രാപിച്ച് പറയുന്ന കാലം തൊട്ട് ആരംഭിച്ച ജിജ്ഞാസകള് 40കളിലും 50കളിലും 60കളിലും ഒക്കെ ഒരു ശരാശരി പുരുഷൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കുറെ കൂടി ഇങ്ങനെ ശരീരത്തെ കാണാനും ധ്യാനിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പുതിയ ദൈവശാസ്ത്രം ഉണ്ടാവണം. അല്ലെങ്കിൽ ദൈവശാസ്ത്രം തന്നെ അതിനുവേണ്ടിയാണ്. ഇൻകാർണേഷൻ. എന്താണ് ഇൻകാർണേഷൻ എന്ന് പറയുന്നത്? ഈ ദൈവം അരൂപിയിൽ ശരീരത്തിലേക്ക് വന്ന കഥയുടെ പേരാണ് ഈ രക്ഷയുടെ കഥ. കുറെ കൂടി ദൈവാംശമുള്ള ഒരു ശരീരബോധം. ശരീരത്തിന്റെ ആ കർപ്പൂരത്ത് ഗന്ധങ്ങള്, ശരീരത്തിന്റെ ആ കുന്തിരിക്ക ഗന്ധങ്ങളെ തിരികെ പിടിക്കാനായിരുന്നു യേശു നമ്മളോടൊപ്പം ഒരു 10-33 സംവത്സരം കൂടെ നടന്നു വരുന്നത്. അതിന് ചില ആമുഖ വിചാരങ്ങൾ ആരംഭിക്കുന്നത് ഒരു പള്ളിമുറ്റത്തിരുന്നുകൊണ്ടാണ്. ആ പള്ളിമുറ്റത്തിരുന്നുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഈ ദേവാലയം തകർക്കാം, ഞാനിതിനെ 3-ാം നാൾ പുനർനിർമ്മിക്കാം. അപ്പൊ അവന്റെ കേൾവിക്കാര് പറഞ്ഞു, 46 സംവത്സരം കൊണ്ട് കെട്ടിയ പള്ളിയായത്, ഇത് തകർത്തിട്ട് നീ എങ്ങനെ അതിനെ പുനർനിർമ്മിക്കാൻ പോകുന്നത്? അപ്പോൾ യോഹന്നാൻ ഒരു കുഞ്ഞു വരി കൂടെ ചേർക്കുന്നുണ്ട്, തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവനത് പറയുന്നത്. അവർക്ക് മനസ്സിലായില്ല. ആര് ഏത് കാലത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട്, ശരീരമാണ് ആ പുരാതന ക്ഷേത്രം. ദ മോസ്റ്റ് ഏൻഷ്യന്റ് ടെമ്പിൾ ഈസ് യുവർ ബോഡി. ഒന്നുകൂടി ഓർത്താൻ നല്ലതാണ്, ശരീരമെന്ന് പറയുന്ന ഒരു ആശയത്തെ നിമിത്തമാക്കി അതിനെ ഗൂഢമായിട്ട് ഒളിപ്പിച്ച് പണിത ലോകത്തെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിലൊന്നായിരുന്നു സോളമന്റെ ക്ഷേത്രം. അവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ശരീരവും ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ട്. തിരുവള്ളൂരൊക്കെ തിരുമന്ദിരം എന്ന് പറയുന്നതിനകത്തൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ശരീരം ക്ഷേത്രമാണ്. ആ ഭംഗിയുള്ള ഗാനങ്ങൾ നമുക്ക് തമിഴിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ ദേശത്തെ ക്ഷേത്രസങ്കല്പം നിങ്ങൾ തന്നെ എടുക്കുക. ശ്രീകോവിൽ എന്ന് പറയുന്നത് ഈ ശിരസിന് പകരമായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ശരീരത്തിന്റെ തന്നെ ഒരു വ്യാഖ്യാനമാണ്. ഒടുവിൽ ഗോപുരം എന്ന് പറയുന്ന കാൽപാദം, ഒറ്റ നോട്ടത്തില് ഒരു ഹ്യൂമൻ അനാട്ടമി തന്നെയാണ് ക്ഷേത്രം. അവനവന്റെ ശരീരത്തെ ക്ഷേത്രമായിട്ട് തിരിച്ചറിയാത്ത മനുഷ്യർക്ക് എങ്ങനെയാണ് അവരന്റെ ശരീരത്തെ ക്ഷേത്രമായിട്ട് കണ്ടെത്താൻ പറ്റുക? നിർഭാഗ്യവശാല് അത്തരം പ്രകാശം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ സത്രങ്ങളാണ്. സത്രം നിലനിൽക്കുന്നതിന്റെ അപ്പിയറൻസിനകത്ത്. അതുകൊണ്ടാണ് മനുഷ്യര് നമ്മുടെ കാലത്ത് ഏറ്റവും കൂടുതൽ തങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആവുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് അണിയാനും ഏറ്റവും ഭംഗിയായിട്ട് വേഷം ധരിക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇതൊന്നും അതിന്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ ശരീരത്തിനെതിരല്ല. ശരീരത്തെ അലങ്കരിക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? എന്തും നമുക്ക് കുറെ കൂടി ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും. ശരീരത്തെ അലങ്കരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഉത്തമഗീതം എന്ന് പറയുന്ന ആ പ്രണയഗീതം തന്നെ എടുത്ത് വായിക്കുക. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കണം, ഒരു പ്രണയഗീതം വേദപുസ്തകത്തിൽ വരണമെങ്കിൽ അത് പ്രണയഗീതമായിട്ടല്ല, മറിച്ച് വേദപുസ്തകവുമായി ബന്ധപ്പെട്ട ചില വീക്ഷണങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം എന്നുള്ള ലളിതമായ ലോജിക് കൂടി പുലർത്തിയാൽ നല്ലതാണ്. അതിനകത്ത് അലങ്കരിച്ച പുരുഷന്റെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ലോകത്തുണ്ടായ എല്ലാ പ്രണയകാവ്യങ്ങൾക്കകത്തും സ്ത്രീയുടെ ശരീരത്തിന് വലിയ അലങ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിനിമാ ഗാനങ്ങളും നമ്മുടെ കവിതകളൊക്കെ നോക്കിക്കോളൂ, വലിയ വലിയ ഭംഗിയുള്ള അലങ്കാരങ്ങൾ അവർക്ക് വേണ്ടി വെച്ച് കിട്ടുന്നത്. എന്നാൽ ഈ ഉത്തമഗീതം എന്ന് പറയുന്ന ഏകദേശം 12,500 വർഷം പഴക്കമുള്ള ഒരു പ്രണയ കാവ്യത്തിനകത്ത് അലങ്കരിച്ച പുരുഷ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്തുനിന്നൊരു സുഗന്ധം വരുന്നുണ്ട്. ഒരു പുസ്തകം പഠിക്കുന്നവർ പറയുന്നത് ഏറ്റവും കൂടുതൽ സുഗന്ധങ്ങളെ കുറിച്ച് പറയുന്ന പുസ്തകം ഈ പറയുന്ന ഉത്തമഗീതത്തിനകത്തുനിന്നാണ്. കുറെ കൂടി സുഗന്ധമുള്ള ശരീരബോധം ഉണ്ടാവട്ടെ, പ്രകാശമുള്ള ശരീരബോധം ഉണ്ടാവട്ടെ. 2, ക്ഷേത്രങ്ങള് പരസ്പരം നമസ്കരിക്കുന്ന കണക്ക് വേണം മനുഷ്യന്റെ ദാമ്പത്യ സ്നേഹമോ അല്ലെങ്കിൽ സഹസേനമൊക്കെ സംഭവിക്കേണ്ടത്. അല്ലാതെ ഒരു സത്രം വേറൊരു സത്രത്തെ തിരയുന്ന കണക്ക് അലക്ഷ്യമായിട്ടോ ആഴമില്ലാതെ ആയിക്കൂടാ. പ്രകാശമുള്ള ശരീരബോധത്തിലേക്കുള്ള ഈ ക്ഷണത്തിൽ യേശു ആരംഭിച്ചു. ഒടുവിൽ എങ്ങനെയാണ് യേശു അവസാനിപ്പിക്കുന്നത്? തിരുവത്താഴ മേശയിൽ വെച്ച് പറഞ്ഞു, എന്റെ ശരീരം അപ്പവും അതിലൂടെ ഒഴുകുന്ന ചോര വീഞ്ഞുവാ. എന്തുമാത്രം ധ്യാനം അതിനു മീതെ നമുക്കാവാം. ശരീരത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ വാഴ്ത്താണിത്. ശരീരത്തെ ഇങ്ങനെ അപ്പവും വീഞ്ഞുമായിട്ട് തിരിച്ചറിയുക. ഒത്തിരി പ്രതിധ്വനികളുള്ള, ഒത്തിരി അർത്ഥതലങ്ങളുള്ള ആ പദം മറ്റൊരവസരത്തിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാണാമെന്ന് കരുതുന്നു. പതുക്കെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുമ്പോൾ വെറുതെ ശരീരത്തിന്റെ അനാട്ടമി മാത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ശരീരം കൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. നമുക്കറിയാം, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ തിര്യക്കുകളുടെയും നിലനിൽപ്പെന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്, സമാന്തരമാണ്. അതിന് ശിരസ്സുണ്ട്, ഉദരമുണ്ട്, ജനനേന്ദ്രിയങ്ങളുണ്ട്. ഓരോരോ കാലങ്ങളിൽ
ഇതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിന്റെ തല പറയുന്ന അനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. മിക്കവാറും അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഉത്തരവാ. പിന്നെ അതിനുവേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടുള്ള ചില സീസണുകളിൽ ഒടുവിൽ പറഞ്ഞ കാര്യം അതിന്റെ മുഴുവൻ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നു. എന്നാൽ മനുഷ്യനെ നോക്ക്, എത്ര ഭംഗിയായിട്ടാണ് അവന്റെ രൂപീകരണം സംഭവിച്ചിരിക്കുന്നത്. ആ ഹ്യൂമൻ ബോഡിയിൽ ശിരസ് ഏറ്റവും മീതെ, അതിൽ എത്ര താഴെയാണ് ഉദരം, അതിലും താഴെയാണ് നമ്മൾ സൂചിപ്പിച്ച ഒടുവിലെ കാര്യങ്ങൾ. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാത്തിനെയും മോണിറ്റർ ചെയ്യേണ്ടത് അവനവന്റെ വിവേകവും ബുദ്ധിയുമാണ്. മറ്റു ജീവജാലങ്ങളുടെ കണക്ക് ഓരോരോ കാലങ്ങളിലുണ്ടാകുന്ന തോന്നലുകളല്ല അതിന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളണം, മറ്റെല്ലാ ജീവജാലങ്ങളിലും ഈ പറയുന്ന തങ്ങളുടെ ചില ഇത്തരം ആഭിമുഖ്യങ്ങൾ സീസണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചില കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ മനുഷ്യൻ എ പെരേനിയൽ ബ്രീഡറാണ്. ഏത് കാലത്തും ഇത്തരം ചില കാര്യങ്ങളിലേക്ക് ചായ്വുള്ള ഒരാളാണ്. അപ്പോൾ അത്തരം ചായ്വിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ തന്റെ ഇൻസ്റ്റിങ്റ്റുകളിലല്ല ജീവിക്കേണ്ടത്. യേശു പറഞ്ഞ കണക്ക് മനുഷ്യൻ ജീവിക്കേണ്ടത് വാക്കുകൊണ്ടാണ്. വിശപ്പൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ ശാരീരിക ചോദനകൾ ഏറ്റക്കുറച്ചിലുകളിലൂടെ ആരുടെ ജീവിതത്തിലും ഉണ്ടാകാം. പക്ഷെ മോണിറ്റർ ചെയ്യേണ്ടത് ശിരസാണ്. മനുഷ്യൻ തന്റെ കണ്ണു പൂട്ടിയിട്ട് പറയണം, എന്റെ ഈ ശരീരത്തെ നിശ്ചയമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പമല്ല, മറിച്ച് വാക്ക്. ആമേൻ.